ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? നമ്മളങ്ങനെ രാവിലെയല്ല വെളുപ്പിന് ഇടത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റതാണ്. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കുമാണ് കേട്ടോ എണീറ്റത്. പിന്നെ പുട്ടും കടലക്കറിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഫുഡാണ്. അതൊന്ന് ചൂടാക്കി എടുത്തു. അങ്ങനെ അതും കഴിച്ചു, ചായയും കൂടെ കുടിച്ചു. ഈ വെളുപ്പിനൊക്കെ പുട്ട് കഴിക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, എന്നാലും ഇഷ്ടമായ ഫുഡായതുകൊണ്ട് അത് കഴിച്ചു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും പണികളെല്ലാം കഴിഞ്ഞു, അടുക്കിപ്പറക്കലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ നിധിക്കുട്ടീനെ ഉറക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് കയറിയതാണ്. അവൾ ഉറങ്ങാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല, ജനലൊക്കെ പിടിച്ച് കയറി നിൽക്കുന്നുണ്ട്. അത്തച്ചിയുടെ സൗണ്ട് കേട്ടിട്ട് നോക്കുന്നതാണ് കേട്ടോ. അത്തച്ചി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയപ്പോഴേക്കും ഉമ്മച്ചി ഉണക്കക്കപ്പയും അതുപോലെ തന്നെ കടലയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട് വൈകുന്നേരം അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അത്തച്ചി വന്നപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഒരുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ച് വെച്ചു. പിന്നെ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാത്രം വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു, ഉലുവയിട്ടു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയുള്ളിയും പിന്നെ പച്ചമുളകും കൂടി ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് വറുത്തിട്ട് അതൊന്ന് ആറിയപ്പോഴേക്കും മിക്സിയിൽ ജാറിലൊന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ഇതാണ് കേട്ടോ നമ്മളിതിലേക്ക് ഒഴിച്ചത്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ അതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് തിളച്ച് റെഡിയായി വെന്ത് വരുമ്പോഴേക്കും ഒന്ന് ഓഫാക്കിയാൽ മതി. അങ്ങനെ ഉമ്മിച്ച് മസാലയൊക്കെ തേച്ച് വെച്ചേക്കുന്നതാണ് മീനിനെ. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതിക്കുട്ടി ഇതേ പുറത്ത് പാറുവിൻ്റെ കൂടെ കളിക്കുന്ന കേട്ടോ. അവന്മാരെല്ലാവരും, അതായത് അടുത്ത വീട്ടിലെ കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഇവിടെ ഫുട്ബോൾ കളിക്കുന്നതാണ്. അഫിയൊക്കെ ഇങ്ങനെ അവധി ഭയങ്കരമായിട്ട് അങ്ങ് ആഘോഷിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ എക്സാമാന്നുള്ള ഒരു വിചാരവും ഇല്ല. അങ്ങനെ വൈകിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ, കപ്പയും കടലയും പുഴുങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കടല വേവിച്ചതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ടൊരു ചീനിച്ചട്ടി വെച്ചു, അതിൽ നമ്മൾ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. അതൊന്ന് നന്നായിട്ട് വഴണ്ട് വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും അതുപോലെ തന്നെ മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി പിന്നെ നമ്മൾ ഓൾറെഡി മറ്റേതിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അത് റെഡി ആയപ്പോഴത്തേക്കും നമ്മൾ ഈ കപ്പയിലേക്ക് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോഴേക്കും നമ്മുടെ കപ്പയും കടല റെഡി ആയിട്ടുണ്ട്. എന്നും ഈ പുട്ടും ഇടിയപ്പവും അതുപോലെ അപ്പവും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ പിന്നെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇന്നാളൊരു ദിവസം നമ്മൾ കപ്പയും മീൻകറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഈ നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് ഈ കപ്പയൊക്കെ തിന്നൽ കുറച്ച് പാട് തന്നെയാണ്. മനുഷ്യൻ അവിടെ കിടന്നു പോകും, അമ്മാതിരി ക്ഷീണമായിരിക്കും. എന്നാൽ ഇത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാട്ടോ. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത്, ഫ്രൂട്ട്സ് എന്ന് പറയാനില്ല, തണ്ണിമത്തങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ തീർന്നിരിക്കുമായിരുന്നു. പിന്നെ ഇന്ന് നാരങ്ങ വെള്ളം ആക്കിയില്ല, നമ്മൾ സാധാ പച്ചവെള്ളമാണ് കുടിച്ചത്. പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഫുഡെല്ലാം കൊണ്ടുപോയിക്കുകയാണ്. അതിനിടയ്ക്ക് മീനൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴേക്കും നിധിക്കുട്ടി കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നാൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. കപ്പയും കടലയും അതുപോലെ തന്നെ മീൻ കറിയും പിന്നെ മീൻ പൊരിച്ചതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാളിന് ശേഷം കഴിക്കുന്നതായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നോമ്പുതുറ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തതിൽ കാണാം കേട്ടോ. ബൈ.